പിണറായി വിജയന്റെ മകൾ ടി വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായെന്ന് അന്വേഷിക്കാൻ ഇ.ഡി. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിലാണ് അന്വേഷണം. മറ്റൊരാളുടെ പേരിലെ സിം ഉപയോഗിച്ചതിലും അന്വേഷണമുണ്ട്. വീണയുടെ ഹവാല ഇടപാടിലും വ്യാജ സിമ്മിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും. സിം കാർഡ് എടുത്തത് നന്ദുലാലിന്റെ പേരിലെന്നാണ് വിവരം. ഈ കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജറാണ് നന്ദുലാല്. തനിക്കെന്നാൽ ഈ വീണയുടെയും അതോടൊപ്പം മുഹമ്മദ് റിയാസിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ സിം കാർഡ് എടുത്തു നൽകിയതെന്നാണ് പറയുന്നത്. എന്തിനാണ് സിം കാർഡ് എടുത്തതെന്ന് തനിക്ക് അറിവില്ല എന്നും നന്ദുലാല് ഇ.ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, വിദേശത്തേക്ക് പണം അയച്ചത് അത് 85 ലക്ഷം രൂപയോളം അയക്കുന്നു. ഇതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതോടൊപ്പം ഇ.ഡിയുടെ അടുത്ത നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ്? ടോം, ഈ കേസിൽ ഇ.ഡി ഇനിയിപ്പോൾ തുടർ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.ഡി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ചില രേഖകളുണ്ട്, ഡിജിറ്റൽ വസ്തുക്കളുണ്ടെന്ന് ഇ.ഡി തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങും. നോട്ടീസ് നൽകി തന്നെ ഇതിൽ ചോദ്യം ചെയ്യേണ്ടവരെ വിളിച്ചു വരുത്തുകയും ചെയ്യും. ഇതിൽ എപ്പോഴാണ് ഇവരെ വീണയെ ചോദ്യം ചെയ്യുന്നതെന്നാണ് ഉയരുന്ന ഒരു വലിയ ചോദ്യം. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ മറ്റുള്ളവരെ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.ഡി പരിശോധന നടത്തിയ ആളുകൾ, ചില വ്യക്തികളുണ്ട്. അത് ഇവിടെ മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ വീണയ്ക്കും അടുത്ത പരിചയമുള്ളവരുടെ വീടുകളിലൊക്കെ എല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. അവരെ വിളിച്ചു വരുത്താനുള്ളൊരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വീണയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ റിയാസിന് ഈ കേസിൽ എന്ത് ബന്ധമാണുള്ളത്? നേരത്തെ നന്ദുലാൽ പറഞ്ഞതുപോലെ റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സിം കാർഡ് എടുത്തു നൽകിയതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിലടക്കം റിയാസിന് പങ്കുണ്ടെന്ന് ഇ.ഡി സംശയിക്കുന്നുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ പൊതുവിൽ ഇവരുടെ ഈ ആധികാരികമായി ഇവരുടെ രേഖകൾ, അക്കൗണ്ട് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് പിൻവലിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന പണം ഒരിക്കലും തന്നെ തൻ്റെ അക്കൗണ്ടിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. തന്നെ പലപ്പോഴും തന്നെ ബോധപൂർവ്വം ഇതിലേക്ക് വലിച്ചിടാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് റിയാസ് പറയുമ്പോൾ കൂടിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ രേഖകളടക്കം കണ്ടെടുത്തു എന്ന് പറയുന്ന ഇടത്താണ് പ്രധാനമായും തന്നെ മുഹമ്മദ് റിയാസിനെ കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതകൾ കൂടുതൽ നിൽക്കുന്നത്. അത് പ്രധാനമായും തന്നെ ഇപ്പോൾ സിം കാർഡ് എടുത്തു നൽകി എന്നതെല്ലാം തന്നെ ആരോപിക്കപ്പെടുന്ന നന്ദുലാലിൻ്റെ മൊഴിയുണ്ട്. നന്ദുലാൽ പറയുന്നത് ഇത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തനിക്കറിയില്ല. മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ വീണയും നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ താൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തിനു ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടി വരുമെന്ന് തന്നെയാണ്. അതുമാത്രവുമല്ല, ഇതിൻ്റെ ഒരു പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെയും ഇ.ഡി പുറത്തു വിട്ടിട്ടുമില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ റിയാസിൻ്റെ കൂടി ചില വിശദീകരണങ്ങൾ വേണ്ടി വന്നേക്കും എന്നതാണ് പറയുന്നത്. ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്തറിയാം, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒരു വിശദീകരണം ഒരുപക്ഷെ ഇ.ഡിക്ക് മുൻപാകെ മുഹമ്മദ് റിയാസ് അടക്കം നൽകേണ്ടി വരുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് വളരെ സജീവമായിട്ട് തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊരു വിശദീകരണം തേടാൻ മുഹമ്മദ് റിയാസിനെയും വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ സജീവമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെയും തന്നെയും റിയാസിൻ്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് ഇടപാട് രേഖകൾ, യാത്രാരേഖകൾ പോലും തന്നെ ഇ.ഡി പരിശോധിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിനെ അടക്കം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും വീണയിലേക്കും മറ്റും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. എന്തായാലും ഫെമ ചട്ടങ്ങളുടെ ലംഘനം ഇതിൽ വളരെ വ്യക്തമായി ഉണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇ.ഡി നിലകൊള്ളുന്നത്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു. അത് അവിടെ സ്വീകരിച്ചവരാരാണ്, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം ആവശ്യമാണ്. ഫെമ നിയമലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരവും ഗൗരവതരവുമായ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് സിം ഉപയോഗിച്ചത് എന്തിനു
എന്തിനു വേണ്ടി എന്നൊരു കണ്ടെത്തലാണ് EDയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ സിം ഉപയോഗിച്ചത് ഇൻ്റർനെറ്റ് കോളിങ്ങിനും സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയുമാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അത് ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണിൽ നിന്ന് വിശദീകരണം അടക്കം തേടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പണം സമാഹരിച്ച് പ്രത്യേകിച്ച് അവരുടെ വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായെന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇതോടൊപ്പം മുഹമ്മദ് റിയാസിന് കേസിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് ED പരിശോധിക്കുന്നുണ്ട്. റിയാസിനെയും അതോടൊപ്പം വീണയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉടൻ ഉണ്ടായേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.